Hello dear students, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്താണെന്ന് കണ്ടു. വാട്ട് ടൈപ്പ് ഓഫ് പ്രോസസ്സിന് ഇടയിലാണ് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടു. ദെൻ നമ്മളവിടെ ഹൗ പ്രോസസ് സിങ്ക്രണൈസേഷൻ വർക്ക്സ്. സിങ്ക്രണൈസേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രോസസ് എക്സിക്യൂഷൻ വിൽ ലീഡ് ടു ഇൻകൺസിസ്റ്റൻറ്റ് റിസൾട്ട് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അവിടെ ഒരു കണ്ടീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു, റേസ് കണ്ടീഷൻ, which is the condition where several processes try to access the resources and modify. ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യും, അതിനെ മോഡിഫൈ ചെയ്യും concurrently, and output of that process depends upon the particular order of execution which leads to inconsistent result. Okay, ഓരോ പ്രോസസ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് ഇറ്റ് വിൽ ലീഡ് ടു ഇൻകൺസിസ്റ്റൻറ്റ് റിസൾട്ട്. അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് ഈ റേസ് കണ്ടീഷൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള നമ്മളൊരു സൊല്യൂഷൻ പഠിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. അപ്പം അത് തന്നെയാണ് നമ്മുടെ മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം എന്നുള്ളത് നോക്കാം. ഓക്കെ, ആ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം എന്ന് പഠിക്കുന്ന മുന്നേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് ക്രിട്ടിക്കൽ സെഷൻ. ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ സെഷൻ ഈസ് എ കോഡ് സെഗ്മെൻറ്റ് വേർ ദ ഷെയർഡ് വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദ വേരിയസ് പ്രോസസ്സസ്. അതായത് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം മീൻസ് ക്രിട്ടിക്കൽ സെഷൻ അതൊരു സെഷനാണ്. സെഷൻ മീൻസ് അതൊരു പ്രോഗ്രാം സെഗ്മെൻ്റ് ആണ്. ആ പ്രോഗ്രാം സെഗ്മെൻറ്റിൽ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് ആണ് ഷെയർ ചെയ്യുന്നത്, ആ ഷെയർഡ് ആയിട്ടുള്ള വേരിയബിൾസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആണ്, ഒരു കോഡ് സെഗ്മെൻ്റ് ആണ് ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു എക്സാമ്പിൾ കണ്ടല്ലേ, എയും ബിയും. അതിൽ ബി എന്ന വേരിയബിൾ എയും പ്രോസസ് 1ഉം പ്രോസസ് 2ഉം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷെയർഡ് ആയിട്ടുള്ള വേരിയബിൾ ബീനെ ഈ ക്രിട്ടിക്കൽ സെഷൻ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് കോഡിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് കോഡ് സെഗ്മെൻറ്റ് ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ സെഷൻ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെഷൻ മീൻസ് ഷെയർഡ് ആയിട്ടുള്ള വേരിയബിൾസ്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സെഷൻ നമുക്ക് മീൻസ് ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് ഇരിക്കുന്ന എന്താണ്, ഷെയർഡ് ആയിട്ടുള്ള വേരിയബിളാണ്. അപ്പോൾ രണ്ട് പ്രോസസ്സിൻ്റെ ഷെയർഡ് വേരിയബിൾ അവിടെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോസസ്സിനും ഈ ക്രിട്ടിക്കൽ സെഷനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്ത് വേണം ഇതൊന്ന് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് മനസ്സിലാക്കുക, ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോഡ് സെഗ്മെൻറ്റ് വേർ ദ ഷെയർഡ് വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ വേരിയസ് പ്രോസസ്സസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ഷെയർഡ് വേരിയബിൾസ് ഓർ റിസോഴ്സസ് ആർ പ്ലേസ്ഡ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നോക്കിക്കേ, പ്രോസസ് P1ഉം P2. ഓക്കെ, പ്രോസസ് P1ഉം P2. അപ്പം ഓരോ പ്രോസസ്സിനും ഒരു ക്രിട്ടിക്കൽ സെഷൻ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ സെഷൻ ഇസ് എ കോഡ് സെഗ്മെൻറ്റ് വേർ ദ ഷെയർഡ് വേരിയബിൾസ് ആർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇതൊരു പ്രോസസ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രോസസ് P1ഉം P2 എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ നോൺ ക്രിട്ടിക്കൽ സെഷൻ കണ്ടോ, നോൺ ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്. ഓക്കെ, നോൺ ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർഡ് വേരിയബിൾസിനെ പ്ലേസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സെഷനും നമുക്ക് പറയാം നോൺ ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയാം. NCS സ്റ്റാൻഡ്സ് ഫോർ നോൺ ക്രിട്ടിക്കൽ സെഷൻ, CS സ്റ്റാൻഡ്സ് ഫോർ ക്രിട്ടിക്കൽ സെഷൻ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്താണ് ഷെയർഡ് വേരിയബിൾ പ്ലേസ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ നേരത്തെ കേസിൽ എനിക്ക് ബി എന്നുള്ള വേരിയബിൾ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ എവിടെ പ്ലേസ് ചെയ്യും, ഈ ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇഫ് P1 ആൻഡ് P2 ആർ കോപ്പറേറ്റിംഗ് പ്രോസസ്സസ് ആൻഡ് ദേ ആർ ഷെയറിംഗ് ദ വേരിയബിൾ ബി, അങ്ങനെയാണ് ദേ ഷുഡ് പ്ലേസ് ഇൻ എ ക്രിട്ടിക്കൽ സെഷൻ. CS എന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് ബി എന്നുള്ള വേരിയബിൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ P1ൻ്റെ അകത്തും ബി ഉണ്ട്, P2ൻ്റെ അകത്തും ബി ഉണ്ട്.
പക്ഷേ ഇത് നമ്മൾ സിങ്ക്രണൈസേഷൻ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? കാരണം P1 എന്ത് ചെയ്യും, ബീനെ അപ്ഡേറ്റ് ചെയ്യാം, ആ സമയത്ത് P2 അറിയുന്നില്ല. അപ്പോൾ നമുക്കൊരു ഒരു ക്രൈറ്റീരിയയിലും റിക്വയർമെൻറ്റ് മെറ്റ് ചെയ്യണം ഫോർ അച്ചീവിങ് ദിസ് സിങ്ക്രണൈസേഷൻ. ആ റിക്വയർമെൻറ്റ് നമ്മളിപ്പം പഠിക്കും. ഓക്കെ, അപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് ഷെയർഡ് വേരിയബിൾസിനെ പ്ലേസ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ സിങ്ക്രണൈസേഷൻ ഇങ്ങനെ ക്രിട്ടിക്കൽ സെക്ഷൻ വെച്ച് നമ്മൾ അച്ചീവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഓരോ പ്രോസസ്സിന് എന്തുണ്ട്, ഒരു ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രോസസ്സ് P1 ആൻഡ് P2 രണ്ട് പ്രോസസ്സസ് ഉണ്ട്. അവിടെ നോൺ ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്. ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്ത് ഷെയർഡ് വേരിയബിൾസ്. ഓക്കെ, that is consists system of n processes P0, P1, etc. Pn-1. Each process as a segment of code. ഓരോ പ്രോസസ്സിന് എന്തുണ്ട്, ക്രിട്ടിക്കൽ സെഷൻ ഉണ്ട്. Each process as a segment of code called critical session in which the process may be changing common variables, updating a table, writing a file, etc. The important feature of the system is that when one process is executing in its critical session, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് ഷെയർഡ് വേരിയബിൾസ് പ്ലേസ് ചെയ്തുകൊണ്ട് എങ്ങനെ സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാം. ഞാൻ നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ സിസ്റ്റം. ക്രിട്ടിക്കൽ സെഷനിൽ നമ്മൾ ഷെയർഡ് വേരിയബിൾസിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ മെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വെൻ വൺ പ്രോസസ് ഇസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെഷൻ, no other process is allowed to execute in its critical session. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോസസ്സിന് അതിൻ്റെ ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് വെച്ചാൽ ബീനെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ബീനെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് P2ന് അതിന് ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്തുള്ള ബീനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു പ്രോസസ്സിന് അറ്റ് എ ടൈം ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, important feature of the system is that when one process is executing in its critical session, no other process allowed to execute in its critical session. Okay, that is no two processes are execute in their critical session at the same time. At the same time രണ്ട് പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ. സോ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം ഇസ് ടു ഡിസൈൻ എ പ്രോട്ടോകോൾ ദാറ്റ് ദ പ്രോസസ്സസ് ക്യാൻ യൂസ് ടു കോപ്പറേറ്റ്. ഓക്കെ, that the processes can use to cooperate. കോപ്പറേറ്റിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ ആ ഒരു പ്രോസസ്സിനെ കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോക്കോളിനെ ഡിസൈൻ ചെയ്യുന്നത്. ഏത് പ്രോട്ടോക്കോളിനെ? ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. Okay, set of rules that must be followed by the processors whenever they are accessing the critical section or operating in the critical section. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സും എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് ഓരോ പ്രോസസ്സിനും ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറുണ്ട്. ഓക്കെ, ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറുണ്ട്. അപ്പോൾ ആ ടിപ്പിക്കൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ റൂള് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ടിപ്പിക്കൽ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ എന്തായാലും ഉണ്ട്. അവിടെയാണ് ഷെയർഡ് വേരിയബിൾസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് ഒരു എൻട്രി സെഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ദെൻ ക്രിട്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടുള്ള സെഷനാണ് എക്സിറ്റ് സെഷൻ. എൻട്രി സെഷനും എക്സിറ്റ് സെഷനും. ദെൻ എക്സിറ്റ് സെഷന് ശേഷമുള്ളതാണ് റിമൈൻഡർ സെഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ഇസ് എൻട്രി സെക്ഷൻ. എൻട്രി സെക്ഷൻ മീൻസ് ഇപ്പോൾ ക്രിട്ടിക്കൽ ഏത് പ്രോസസ്സിനാണ് ക്രിട്ടിക്കൽ സെഷൻ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെഷനാണ് എൻട്രി സെഷൻ. എൻട്രി സെഷൻ പെർമിഷൻ കിട്ടുമ്പോഴത്തേക്കും അയാൾ എവിടെ കയറും? ആ ക്രിട്ടിക്കൽ സെഷനിൽ കയറും. So each process must request permission to enter its critical section. Okay, ആ റിക്വസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആ സെഷൻ ഓഫ് കോഡിനെയാണ്, ഈ റിക്വസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഈ സെഷൻ ഓഫ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻട്രി സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് ആ പ്രോസസ്സ് ആക്സസ് ചെയ്യും. Okay, then critical session is followed by an exit session.
റിമൈനിങ് കോഡ് ഇസ് ദ റിമൈൻഡർ സെക്ഷൻ. ജസ്റ്റ് ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പം ഇതൊക്കെ എന്താണെന്നുള്ളത് എൻട്രി സെഷൻ, ക്രിട്ടിക്കൽ സെഷൻ, എക്സിറ്റ് സെഷൻ, റിമൈൻഡർ സെക്ഷൻ, ഈ ഓർഡർ നല്ലപോലെ പഠിച്ചു വയ്ക്കുക. ഈ ഓർഡറിൽ ഇത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുക, ഈ ടിപ്പിക്കൽ സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഈച്ച് പ്രോസസ് മസ്റ്റ് റിക്വസ്റ്റ് പെർമിഷൻ ടു എൻറ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെഷൻ. ആ റിക്വസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സെഷനെയാണ് നമ്മൾ എൻട്രി സെഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻട്രി ചെയ്യും. ക്രിട്ടിക്കൽ സെഷനിലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് will be followed by the exit session. Then the remaining code is the reminder session. So how many sessions are there? Entry session, critical session, exit session, then reminder session. Okay. അപ്പം അത് നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റിട്ടൺ വിത്ത് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ എൻട്രി സെക്ഷനിലൊക്കെ നമുക്ക് സെർട്ടൺ കോഡ് കൊടുക്കും. ആ കോഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ സെഷനിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണെന്നുള്ളത് ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അതൊക്കെയാണ് ആ 4 സെഷൻസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. That is, there are 4 sessions of a program in a critical session. That is entry session, critical session, exit session, the reminder session. So what is entry session? It is a part of the process which decide the entry of a particular process in the critical session out of many other process. Out of many other process, ഏത് പ്രോസസ്സിനാണ് ആ ക്രിട്ടിക്കൽ സെഷനിലുള്ള ഷെയർഡ് വേരിയബിൾസിന് ആക്സസ് ചെയ്യുന്നത്, ആ പാർട്ട് ഓഫ് ദ പ്രോസസ്സിനെയാണ് നമ്മൾ എൻട്രി സെഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു പ്രോസസ്സിന് പെർമിഷൻ കിട്ടുവാണെങ്കിൽ that process is allowed to enter in its critical session. That means allowed to access the shared variable. That is, critical session is a part in which only one process allowed to enter modify the shared variable. കാരണം ആ ഒരു ഷെയർഡ് ഏത് പ്രോസസ്സിനാണ് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ആ സെഷനിലുള്ള ഷെയർഡ് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ ആ പ്രോസസ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. This part of the process ensures that no other process can access the resource of that data. Okay. ഇനി exit session permits a process which are waiting in the entry session to enter into it critical session. exit sessionലാണ്, exit session എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അപ്പം എൻട്രി സെഷൻ്റെ അകത്ത് ഉള്ള പ്രോസസ് വിച്ച് ആർ വെയിറ്റിംഗ് ടു എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ. ക്രിട്ടിക്കൽ സെഷനിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ പെർമിറ്റ് ചെയ്യുന്ന സെഷനാണ് ഏത് സെഷൻ? എക്സിറ്റ് സെഷൻ. കാരണം ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷനിൽ കയറി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ എന്തായാലും പുറത്ത് വരും. പുറത്ത് വരുമ്പോഴത്തെ എന്ത് ചെയ്യും? ഇനി ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻട്രി ചെയ്യാൻ, അയാൾ എന്തോ പെർമിറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് information related to the process which has finished its execution and removes that process from the exit session. കാരണം എക്സിറ്റ് സെഷനാണ് പെർമിറ്റ് ചെയ്യുന്നത് വിച്ച് ആർ വെയിറ്റിംഗ് ടു എൻ്റർ ടു ഇറ്റ്സ് ക്രിട്ടിക്കൽ സെഷൻ. മാത്രമല്ല ഏതൊക്കെ പ്രോസസ്സാണ് ഫിനിഷ് ചെയ്തത്, ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തത്, ആ പ്രോസസ്സിൻ്റെ ഇൻഫോർമേഷനും എക്സിറ്റ് സെഷൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, എക്സിറ്റ് സെഷനിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ദെൻ ഫൈനലി ലാസ്റ്റ് സെഷൻ ഇസ് ദ റിമൈൻഡർ സെഷൻ. റിമൈൻഡർ സെഷൻ മീൻസ് ദ പാർട്ട് വിച്ച് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ എനി സെഷൻ, ക്രിട്ടിക്കൽ, എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി സെഷനിലൊന്നും ഇല്ലാത്ത ആ ഒരു പാർട്ടാണ് റിമൈൻഡർ സെഷനിൽ പറയുന്നത്. കാരണം എക്സിറ്റ് സെഷൻ, എൻട്രി സെഷൻ എന്താ ചെയ്യുന്നത്? പെർമിറ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ സെഷനിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പെർമിറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോഡാണ് എൻട്രി സെഷൻ. ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് എന്തുണ്ട്? ഷെയർഡ് വേരിയബിൾസ്. ഇനി എക്സിറ്റ് സെഷൻ്റെ അകത്ത് എന്തുണ്ട്? വിച്ച് പെർമിറ്റ്സ് ദ വെയിറ്റിംഗ് പ്രോസസ് ടു എൻ്റർ ടു ഇറ്റ്സ് ക്രിട്ടിക്കൽ സെഷൻ. മാത്രമല്ല ആ ഒരു എക്സിറ്റ് സെഷൻ്റെ അകത്ത് ഏതൊക്കെ പ്രോസസ്സാണ് ക്രിട്ടിക്കൽ സെഷൻ്റെ അകത്ത് കയറിയിട്ട് ഫിനിഷ് ചെയ്തതെന്നുള്ള ഇൻഫോർമേഷനും ഉണ്ടാക്കും. ആ പ്രോസസ്സിന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, എക്സിറ്റ് സെഷനിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ ഈ 3 സെഷനിലും ഇല്ലാത്ത, ഈ 3 സെഷനിലും പ്രസൻറ്റ് ചെയ്യാത്ത ഒരു പാർട്ടാണ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ഓഫ് കോഡാണ് റിമൈൻഡർ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിൻലി ഇങ്ങനെയാണ്. ഒരു നോൺ ക്രിട്ടിക്കൽ സെഷൻ പാർട്ട് ഉണ്ടാവും, ക്രിട്ടിക്കൽ സെഷൻ പാർട്ട് ഉണ്ടാവും. മെയിൻ ഒരു എൻട്രി സെഷൻ, ദെൻ ക്രിട്ടിക്കൽ സെഷൻ, ദെൻ എക്സിറ്റ് സെഷൻ, ദെൻ റിമൈൻഡർ സെഷൻ. ഓക്കെ,
Okay, in the next video, we will be discussing the certain criteria or the certain requirements that must satisfy for the solution of critical section problem. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വിൽ ബി ഡീലിംഗ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.